അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പട്ടിണിയായ തൻ്റെ കുടുംബത്തിനെ കരകയറ്റണമെന്ന അതേ തീവ്രമായ ആഗ്രഹത്തോടെ, മോഹങ്ങളോടെ, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് 8ഉം 10ഉം വയസ്സ് മാത്രമുള്ള 2 പൊടിമക്കളെ അവിടെ തനിച്ചാക്കി ഛത്തീസ്ഗഡിൽ നിന്ന് അമ്മയോടും ഭാര്യയോടും യാത്ര പറഞ്ഞ് നെല്ലറയുടെ നാട്ടിലേക്ക് വണ്ടി കയറിയ ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തിന്, മെലിഞ്ഞുണങ്ങിയ തൻ്റെ ശരീരത്തിന് യോജിച്ച പണിയല്ല ആദ്യം ലഭിച്ചതെന്ന ബോധ്യത്തോടെ രണ്ടാമതൊരു പണി അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് കുറേ സദാചാര പോലീസുകാർ, കപടതയുടെ മൂടുപടം അണിഞ്ഞ കുറേ മലങ്കഴുകന്മാർ, ഒരു സാധുവായ 31 വയസ്സുകാരനായ മെലിഞ്ഞുണങ്ങിയ ശരീരമുള്ള രാംനാരായൺ ഭയ്യാർ എന്ന് പറയുന്ന സഹോദരനെ അടിച്ചു കൊന്നുകളഞ്ഞത്. ഒരുപാട് ഡെഡ് ബോഡി ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. പക്ഷെ കാലടി മുതൽ തലച്ചോറ് വരെ സർവ്വതും തകർന്ന് തരിപ്പണമായി രക്തം വാർന്നു മരിച്ചൊരു ശരീരത്തിനെ ആദ്യമായാണ് എൻ്റെ കരങ്ങളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ലഭിക്കുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞു വെക്കുമ്പോൾ എത്രത്തോളം ക്രൂരതയാണ് മരണപ്പെട്ടുപോയ മയ്യത്തിനോട് പോലും, ഡെഡ് ബോഡിയോട് പോലും ആ കാപാല മനുഷ്യർ, ആ ക്രൂര ഹൃദയത്തിനുടമകൾ ചെയ്തത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നില്ലേ? ഈ സ്ഥാനത്ത് നിങ്ങളുടെ സഹോദരനാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, സഹിക്കോ നമുക്ക്? പ്രബുദ്ധ കേരളം, സാക്ഷര കേരളം, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പണ്ടാരോ അറിയാതെ വിളിച്ചുപോയ കേരളം, പ്രകൃതി വിഭവങ്ങളാലും സംസ്കാരങ്ങളാലും മഹോന്നതമായ ഖ്യാതി നേടിയ കേരളം, ഈ കേരളത്തിലാണ്, വൈജ്ഞാനികമായി ഏറെ മികവുള്ള കേരളത്തിലാണ് സഹോദരങ്ങളെ, ചില മലങ്കഴുകന്മാർ ഒരു പച്ച മനുഷ്യനെ ആൾക്കൂട്ട വിചാരണ നടത്തി നിയമം കയ്യിലെടുത്ത് സദാചാര പോലീസായി തിരിയുന്നത്. ഇതുപോലെ ഒരു മനുഷ്യനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇതേ പാലക്കാട് വെച്ച്, നെല്ലറയുടെ നാട്ടിൽ വെച്ച് അട്ടപ്പാടി മധുവിനെ. മറന്നു കാണില്ല കേരളം. 2017 ഫെബ്രുവരിയിലായിരുന്നു സംഭവം. പലചരക്ക് കടയിൽ നിന്ന് അരിയും മറ്റു സാധനങ്ങളും മോഷ്ടിച്ചുവെന്ന് ആരോപിച്ച്, ഇവിടെ ഈ മോഷ്ടാവെന്ന് ആരോപിച്ചാണ് പാവം സാധുവിനെ, 31 വയസ്സുകാരനെ കൊന്ന് കീറി വലിച്ചൊടിച്ച് നശിപ്പിച്ച് കളഞ്ഞത്. അട്ടപ്പാടി മധുവിനെയോ പലചരക്ക് കടയിൽ നിന്ന് ഭക്ഷണത്തിന് വേണ്ടി, പശിയടക്കാൻ വേണ്ടി എന്തോ ഒന്ന് മോഷ്ടിച്ചെന്നാരോപിച്ചാണ് ആ പാവത്തിനെ തല്ലിക്കൊന്നത്. 4 കൊല്ലത്തോളം അതിൻ്റെ അമ്മ നിയമ പോരാട്ടം നടത്തിയാണ് ഒടുവിൽ അതിൻ്റെ കേസിൽ വിധി വന്നിട്ടുള്ളത്. എത്രത്തോളം ദാരുണമാണ്, എത്രത്തോളം ക്രൂരതയാണ് നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യയിലെ ആസിഫ ഭാനു എന്ന പൊന്നുമോളെ നമ്മൾ മറന്നു കാണില്ലല്ലോ അല്ലേ? 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പൈതല്, കുതിരക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പോയ പൊന്നുമോളെ കാണാതായപ്പോ വാപ്പയും ഉമ്മയും അന്വേഷിച്ചിറങ്ങി. തന്റെ മകളെ കാണുന്നില്ല. വയലുകളിൽ നോക്കി, പുഴയോരങ്ങളിൽ നോക്കി, ഗ്രാമങ്ങളിൽ പലയിടത്തും തിരഞ്ഞു, ക്ഷേത്രത്തിന്റെ പടിവാതിൽ വരെ തിരഞ്ഞു വന്നു. പക്ഷേ ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോഴും ആ പിതാവിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ മകൾ അതിൻ്റെ അകത്തുണ്ടാകില്ല എന്നുള്ളത്. 8 ദിവസം കഴിഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട മകളെ വാടിയ ചെമ്പരത്തിപ്പൂ പോലെ തളർന്ന അവശയായി, ദേഹത്ത് മുറിപ്പാടുകളുമായി, ചിതറിത്തെളിച്ച താമരതളുകൾ പോലെ 8 വയസ്സുകാരി ആസിഫ മോളെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ആ പിതാവ് അറിഞ്ഞിരുന്നില്ല 8 പേര് കൂടി 7 ദിവസം എൻ്റെ പൊന്നുമോളെ മാനഭംഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ളത്, ക്രൂരമായി കീറി മുറിക്കുകയായിരുന്നു എന്നുള്ളത് ആ പിതാവ് അറിഞ്ഞിരുന്നില്ല. ആസിഫ മോളെ എന്ന് വിളിക്കുമ്പോ മറുവറുത്ത് വിളി കേൾക്കാൻ തന്റെ മകൾ എന്നേ അസ്തമാനം പുൽകിയിരുന്നു. തന്റെ മകളുടെ റൂഹ്, ആത്മാവ് എന്നേ ഇസ്രായേൽ കൊണ്ടുപോയിരുന്നു എന്ന പിതാവ് തിരിച്ചറിഞ്ഞിരുന്നില്ല. ലക്ഷ്മിയെയും സരസ്വതിയെയും ആരാധിക്കുന്ന ദേവാലയത്തിന്റെ ശ്രീകോവിലിൽ 8 വയസ്സുകാരി പൊന്നുമോളെ നാട്ടിലെ പൂജാരിയടക്കം സാഞ്ചിറാമെന്ന വൃത്തികെട്ട കാഷായ വസ്ത്രധാരി അടക്കമുള്ള കൗമാരപ്രായക്കാരനടക്കമുള്ള കാക്കിയണിഞ്ഞ മലങ്കഴുകൻ വൃത്തികെട്ട പോലീസുകാരനടക്കം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 8 പേർ ചേർന്ന് ആ പിഞ്ചു പൈതലിന്റെ ദേഹത്ത് കാമപ്പേക്കൂത്ത് നടത്തിയതിന്റെ പേരാണ് ഹിന്ദുത്വം. ഇവരെയൊക്കെ നശിപ്പിച്ചത്, ഇവരെയൊക്കെ ക്രൂരമായി കൊന്നു കളഞ്ഞത് ഹിന്ദുക്കളാണോ? അല്ല. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? അയം നിജ പരോവേദിഗണനാലകുചേതസാം ഉദാര ചരിതാനാം തു വസുദൈവ കുടുംബകം. ലോകം മുഴുവനും എൻ്റെ കുടുംബമാണെന്ന് വിചാരിക്കുന്നവരാണ്, അങ്ങനെ വിശ്വസിക്കുന്നവരാണ്, അങ്ങനെ കാണുന്നവരാണ്. അയൽപക്കത്തുള്ളവൻ, ഉത്തരേന്ത്യയിലുള്ളവൻ എന്നല്ല, മേലെയുള്ളവനും താഴെയുള്ളവനും ഇടതും വലതുമുള്ളവരും ആരായാലും ഒരാളും നോവിക്കപ്പെടാൻ പാടില്ല, ഒരാളും വേദനിക്കപ്പെടാൻ പാടില്ല, ഒരാളെ ശരീരത്തിലും അന്യായമായി ഒരാളും കൈവെക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കരുതിയിരിക്കണം.
നമ്മൾ പേടിക്കണം. എന്തിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്? കാഷായ വസ്ത്രത്തിന്. ഏത് കാഷായ വസ്ത്രത്തിന്? 8 വയസ്സുകാരി ആസിഫ ബാനുവിനെ കുതിരക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പോയ ആസിഫ ബാനു. ഏതാണ് ആസിഫ ബാനുവിന്റെ കുടുംബം? ബക്കർവാലകൾ. ബക്കർവാലകൾ എന്ന് പറഞ്ഞാൽ ആരാ? ഈ രാജ്യത്തിന്റെ കശ്മീരിന്റെ അതിർത്തിക്കപ്പുറത്ത് നിന്ന് പാകിസ്ഥാൻ പട്ടാളക്കാരുടെ നുഴഞ്ഞുകയറ്റങ്ങൾ കണ്ടെത്താൻ കഴിയാതെ ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗം പോലും പരാജയപ്പെടുന്നിടത്ത് ബക്കർവാലകൾ രഹസ്യമായി ഇന്ത്യൻ സൈനികർക്ക് കശ്മീരിന്റെ അതിർത്തികളിലൂടെ കടന്നുകയറ്റക്കാരെ കുറിച്ചുള്ള കൃത്യമായ വിവരണം കൊടുത്ത് ത്രിവർണ പതാക തോളിലേറ്റ് നെഞ്ചോട് ചേർത്ത് പിടിച്ച ബക്കർവാലയിൽ പിറന്ന കുഞ്ഞാണ് 8 വയസ്സുള്ള ആസിഫ ബാനു. ആ പൊന്നുമോളയാണ്, ആ കുടുംബത്തിനെയാണ് നശിപ്പിക്കാൻ, ഉന്മൂലനം ചെയ്യാൻ, തന്റെ സ്വൈര്യ വിഹാരത്തിന്, തങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ബക്കർവാലകൾ തടസ്സമാണെന്ന ഏതോ മന്ദബുദ്ധിയുടെ മസ്തിഷ്കത്തിൽ ഉദയം ചെയ്ത വൃത്തികെട്ട ബുദ്ധിയുടെ പ്രതിഫലനമായിരുന്നു, ഇരയായിരുന്നു 8 വയസ്സ് പ്രായം മാത്രമുള്ള ആസിഫ ബാനു. നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ ഉമ്മയാണോ? ഒരു പെൺകുട്ടിയുടെ വാപ്പയാണോ? ചിതറിത്തെറിച്ച പിച്ചി ചീന്തിയ താമര ഇതളുകൾ പോലെ തന്റെ പൊന്നുമോളെ, വാടിയ ചെമ്പരത്തി പൂ പോലെ മറ്റുള്ളവരെല്ലാം കീനും മേനി നിറഞ്ഞാടിയന്റെ പൊന്നുമോളുടെ ശരീരം തണുത്തു വിറച്ചു മയ്യത്തായി കയ്യിൽ കിട്ടിയപ്പോ ആ പ്രിയപ്പെട്ട വാപ്പയുടെയും ഉമ്മയുടെയും ഹൃദയം തകർന്നു പോയിട്ടുണ്ടാവൂല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വാപ്പ ഇന്ന് ദുനിയാവിലുണ്ടോ? ആ വാപ്പയെയും മർദ്ദിച്ച് അവശനാക്കി കൊന്നുകളഞ്ഞില്ലേ രാജ്യം? അട്ടപ്പാടിയിലെ മധുവിനെ കൊന്നത് എന്തിനാ? രാംനാരായൺ ഭയ്യാറിനെ കൊന്നത് എന്തിനാ? ഹിന്ദുത്വം തലക്ക് പിടിച്ചവർ. എന്താണ് ഹിന്ദുത്വം എന്ന് പറഞ്ഞാല്? ആ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമശാശ്വതീ സമ യത്ക്രൗഞ്ചമിഥുനാദേഗമവതി കാമമോഹിതം. വനാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോ മരച്ചില്ലകളിൽ പ്രണയാതുരരായിരിക്കുന്ന 2 ഇണക്കുരുവികൾ കൊക്കുകൾ തമ്മിൽ തൊട്ടുരുമി ആസ്വാദനം കൊള്ളുന്ന 2 ഇണക്കുരുവികളിൽ ഒന്നിനെ വെടിവെച്ചു വീഴ്ത്തിയ വേടനെ നോക്കി കാട്ടാള എന്ന് വിളിച്ച് ആക്രോശിക്കുന്നുണ്ട് വാൽമീകി മഹർഷി. സമാധാനമായി ജീവിക്കാൻ ഒന്നിനെയും അനുവദിക്കാത്തതാണ് ഹിന്ദുത്വം. ഒരാളെയും സമ്മതിക്കാത്തതാണ് ഹിന്ദുത്വം. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങള് ഈ രാജ്യം മുഴുവനും രാമരാജ്യമാക്കുന്നതിനേക്കാൾ നല്ലത് രാവണ രാജ്യമാകുന്നതാണ്. അവിടെ സ്ത്രീ സംരക്ഷിക്കപ്പെട്ടിരുന്നു. സ്ത്രീ സംരക്ഷിക്കപ്പെടാത്തിടത്ത് ഒരിക്കലും സമാധാനമുണ്ടാകില്ല. വെന്തുരുകിയ ശരീരവുമായി, പൊള്ളലേറ്റ ശരീരവുമായി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹലറത്തിലെത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഒരവസാനമില്ല ഇതിന്? ഈ പീഡനങ്ങൾക്ക് ഒരു അവസാനമില്ലേ? അപ്പോഴാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, സൻആ മുതൽ ഹലർ മൗത്ത് വരെ ഒരാളെയും പേടിക്കാതെ അള്ളാഹുവിനെയും വന്യമൃഗങ്ങളെയും മാത്രം ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് തൻ്റെ ആട്ടിൻ പച്ചങ്ങളുമായി ലക്ഷ്യസ്ഥാനത്ത് എന്നാണ് ഒരു പെണ്ണിന് എത്തിച്ചേരാൻ സാധിക്കുന്നത്, എന്നാണ് ഒരു മനുഷ്യൻ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ആ മനുഷ്യന് സാധിക്കുന്നത്, അന്നാണ് സമാധാനപൂർണമായ ജീവിതം സാധ്യമാകുന്നത്. അത് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു, കറുകറുത്ത ബിലാൽ, നീഗര വംശജനായ ബിലാൽ, ചപ്ലിച്ച മൂക്കുള്ള ബിലാൽ, കറുകറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹു വിശന്നു വലഞ്ഞ് ദാഹിച്ചവശനായി കുഴഞ്ഞു വീണപ്പോ യജമാനനോട് വെള്ളം ചോദിച്ചപ്പോ വായ തുറന്ന് മൂത്രമൊഴിച്ചു കൊടുത്ത നെറികെട്ട മനുഷ്യരുടെ സ്വഭാവമുള്ള ഒരുപാട് മനുഷ്യർ കേരളത്തിന്റെ മണ്ണിൽ പിറവി കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം വളരെ വൈകിയാണെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രാർത്ഥനകളിൽ നമ്മൾ നിരന്തരമായി ഉൾക്കൊള്ളിക്കേണ്ടത് നാടിനും സമൂഹത്തിനും സമുദായത്തിനും സമാധാനപൂർണമായ ജീവിതമാണ്. അല്ലാഹു തആല സാധ്യമാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.